നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തിറങ്ങിയ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജ് കണ്ടവരെല്ലാം ഞെട്ടിയിട്ടുണ്ടാകും. നോട്ട് എ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്നാണ് ലീഡ് വാർത്ത. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുകൂടി കാണുമ്പോൾ കിളി പാറിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പ്. ഇതൊക്കെ എപ്പോൾ നടന്നു, സത്യമാണോ എന്ന് ചിന്തിച്ച് മറ്റു വാർത്തകളിലേക്ക് പോയാൽ പിന്നെയും ഞെട്ടും. കടലിനടിയിലെ നഗരത്തിലെ ആൾതാമസവും കേരളത്തിലെ റോബോ മന്ത്രിയുടെ ഒന്നാം വാർഷികവും ഭൂമിയും ചൊവ്വയും ഗോളാന്തര കിരീടം പങ്കിട്ട വിശേഷവും എല്ലാം അവിടെ കാണാം. ടൈം ട്രാവൽ ചെയ്ത് പുതിയ കാലത്തിലേക്ക് എവിടെയോ ചെന്നെത്തിയ പോലൊരു ഫീൽ. അത് തന്നെയായിരുന്നു ഈ പേജ് രൂപകൽപ്പനയുടെ ഉദ്ദേശ്യവും. കൊച്ചി ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025ന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകൾ ഉൾപ്പെടുത്തിയ ഒന്നാം പേജാണ്, അതായത് ജാക്കറ്റ് ആഡാണ് ഏറെക്കുറെ എല്ലാ മലയാള പത്രങ്ങളും നൽകിയത്. 2050-ൽ പത്രങ്ങളുടെ മുൻ പേജ് എങ്ങനെയായിരിക്കുമെന്ന ഭാവനയാണ് പേജിൽ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പേപ്പർ കറൻസികൾ പറന്നുപോയതും ഡിജിറ്റൽ കറൻസി പ്രാബല്യത്തിൽ വന്നതും. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ RBI ഗവർണറുടെ പ്രഖ്യാപനം. ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നൊബേൽ പുരസ്കാര നേതാവ് ഡോക്ടർ റീന പട്ടേലിന്റെ അഭിപ്രായത്തോടെയാണ് വാർത്ത അവസാനിക്കുന്നത്. ആഴക്കടൽ ഇനി ആഴക്കടൽ എന്ന തലക്കെട്ടിൽ ആദ്യ സമുദ്ര നഗരത്തിന്റെ താക്കോൽ കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്ത കാണാം. കടലിനടിയിൽ ഒരുക്കിയ ഓഷ്യാനസ് എന്ന സാങ്കല്പിക സമുദ്ര നഗരത്തെക്കുറിച്ചാണ് വാർത്ത. 1 ലക്ഷത്തോളം പേരാണ് ആദ്യ ആഴക്കടൽ നഗരത്തിൽ പാർക്കാനെത്തിയത്. കേരളത്തിന്റെ അഭിമാന നിമിഷമായി അവതരിപ്പിച്ചിരിക്കുന്നത് റോബോട്ട് മന്ത്രിയുടെ ഒന്നാം വാർഷികമാണ്. റോബോ റവന്യൂ മന്ത്രി CK50 മന്ത്രിസഭയിൽ 1 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികൾ ഉണ്ടെന്നാണ് വാർത്ത. കൗതുകം ലേശം കൂടിയ വാർത്തയാണ് അടുത്തത്. ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും എന്നാണ് തലക്കെട്ട്. അതിരുകളില്ലാത്ത ആവേശ പോരാട്ടത്തിനൊടുവിൽ ഗോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും എന്നതാണ് വാർത്ത. ആദ്യ ഗോളാന്തര കപ്പിന്റെ ഫൈനൽ പോരാട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ്. സൗരയുദ്ധത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 500 കോടി ആരാധകർ കണ്ട മത്സരത്തിലും പിറന്നത് പുതുചരിത്രം. ചൊവ്വയിലെ കുറഞ്ഞ ഗുരുത്വാകർഷണവുമായി കളിക്കാൻ പൊരുത്തപ്പെടുന്നതിന് പ്രത്യേക നിയന്ത്രണ സംവിധാനം ഒരുക്കിയിരുന്നുവെന്നും വാർത്ത പറയുന്നു. കളിയുടെ ഹോളോഗ്രാഫിക് സംപ്രേഷണം ഉണ്ടായിരുന്നു അത്രേ. അതിർത്തി രക്ഷാസേനകളെ പിൻവലിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ യുദ്ധങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്ന് മറ്റൊരു വാർത്ത. ഐക്യരാഷ്ട്രസഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത കോൺക്ലേവിലായിരുന്നു അത്രേ തീരുമാനം. ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന AI പ്രവചിച്ചതോടെ വൻ ദുരന്തം ഒഴിവായെന്നും വാർത്തയുണ്ട്. AI ഇടപെട്ടതോടെ ഒഴിവായത് വൻ ദുരന്തമാണെന്നും രക്ഷപ്പെട്ടത് 30,000 പേരെന്നുമാണ് വിശദാംശങ്ങൾ. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തി എന്ന് തോന്നുന്നിടത്താണ് ഈ ഒന്നാം പേജ് മാർക്കറ്റിംഗ് ഫീച്ചറിന്റെ വിജയം. വെറും പരസ്യം എന്നതിനപ്പുറം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൊണ്ട് മറ്റൊരു ലോകം സാധ്യമാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒന്നാം പേജ്. വിമർശനങ്ങളും ഏറെയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പത്രങ്ങൾ ഇന്ന് ഒന്നാം പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. നന്ദി, നമസ്കാരം.